ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇവെക്സ് ഗെയിമിംഗ്. അപ്പോൾ ഗൈസ്, നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഗൈസ് വന്നേക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് നമ്മുടെ ഐലൻഡിൽ നമ്മൾ ബേസാണ് ഗൈസ് കെട്ടാൻ പോണത്. അതിൻ്റെ ഇപ്പുറം നമ്മൾ ഇപ്പുറ സൈഡിലെ ഡോറൊക്കെ നമ്മൾ ആദ്യം വിചാരിച്ച് ഇവിടുത്തെ ഡോറ് മാറ്റാമെന്ന്. ഇപ്പുറത്ത് നമുക്ക് ഡോറ് വെക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. എന്നിട്ട് നമ്മൾ ഇപ്പുറത്തെ 2 ബ്രിക്കൊക്കെ പൊട്ടിച്ച് ഇപ്പം നമ്മൾ ഈ മണ്ണ് പൊട്ടിക്കുകയാണ് ഗൈസ്. ഈ മണ്ണ് ഇളകി കളഞ്ഞിട്ട് നമുക്കവിടെ കല്ലിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഡോർ വെച്ച് ഭയങ്കര പണിയാണ് ഗൈസ്. വീണ്ടും അതിൻ്റെ അത് ഇറങ്ങിപ്പോയി ഗൈസ്. അപ്പോൾ ഈ ആട് കുറേ നിന്നിട്ട് ഭയങ്കര ശല്യം. അതിനെ തട്ടാം ഗൈസ്. ആടിനെ തട്ടി ഗൈസ്, നമ്മളങ്ങ് തട്ടി ഗൈസ്. അതിൻ്റെ കൂടെ വേറെ ഒന്നും കണ്ട ഗൈസ്. കണ്ട അടുത്തതിനെ തട്ടാം ഗൈസ്. നമ്മൾ അത്രേ ഉള്ളൂ ഗൈസ്. ഒറ്റ വെട്ടിന് തീരും ഇവരെയൊക്കെ. ഒറ്റ വെട്ടിനെ സൂപ്പാക്കി വെക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മൾ കുഴിക്കകത്ത് വീണ്. ഗൈസ്, നമ്മളിവിടെ ഒരു കല്ലിട്ട് നമ്മളിപ്പുറത്ത് ഇവിടെ ഒരു ഡോർ വെച്ച് അവിടെ ഒരു ഡോർ വെക്കാൻ പോകണം ഗൈസ്. ഓക്കെ, നമുക്ക് ആദ്യം ഇവിടെ ഒരു ഡോർ വെക്കാം. ഡോർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ ആടിൻ്റെ മറ്റേ ചർമ്മം അങ്ങ് തൊലിയല്ല, മറ്റേ പൂട മാറ്റിയിട്ട് നമ്മളിപ്പോൾ ഡോറാക്കിയിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് അവിടെ നിന്ന് പൊളിച്ച ഡേർട്ടൊക്കെ എടുത്ത് ഇവിടെ ഈ റോഡ് അങ്ങ് ബ്ലോക്ക് ആക്കിയാണ് ഗൈസ്. അതിലെ വലിയ സോംബിയും കണ്ട് വന്ന് പൊട്ടിത്തെറി ചാവണ്ടല്ലേ ഗൈസ്. നമ്മളിങ്ങനെ വെച്ച് എല്ലാം അടച്ചു പൂട്ടി സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. സെറ്റ് മസാ അത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അവിടെ ഒരു കല്ല് വെക്കാം ഗൈസ്. അവിടെ ഒരു മരം. ഓക്കെ, അവിടെ കല്ല് വെച്ച് ആ കല്ലങ്ങ് നമ്മൾ തീർത്തിട്ടുണ്ട് ഗൈസ്. ആ കല്ലിൻ്റെ സൂക്കേടങ്ങ് തീർത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ ഒരു ഡോർ വെച്ച് കൊടുക്കും ഗൈസ്. ഓക്കെ, ഡോർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഇതിൽ ചുമ്മാ ഇവിടെ കുറച്ച് സ്ഥലമൊക്കെ ഇട്ടല്ലോ. അയ്യോ, ഇവിടെ ഇങ്ങനെ താഴെ തീർന്ന് ചത്ത്. പിന്നെ നോക്കട്ടെ ഗൈസ്, നമുക്ക് ബാക്കിൽ കൂടെ പോയി നോക്കി ഇതിലെങ്ങനെ കയറാൻ പറ്റുമോ. താഴെ പോയി ഗൈസ്. നമുക്ക് ഇതിലെല്ലാം കയറാൻ പറ്റുമോ? തുള്ളി കളിക്കുന്നു ഗൈസ്. നമുക്ക് തിരിച്ച് വന്ന വഴി തന്നെ പോവാം ഗൈസ്. നമ്മൾ ഡോറ് തുറന്ന് തിരിച്ച് വന്ന വഴി തന്നെ അങ്ങ് പോവാണ് ഗൈസ്. ഡോർ അടച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് താഴോട്ടങ്ങ് ഇറങ്ങി പോവാം. ഇതെന്തോന്ന് കളിക്കുന്ന? ഓക്കെ ഗൈസ്, ഇപ്പം നമ്മൾ നമ്മുടെ ചെസ്റ്റ് ഹൗസ്, നമ്മൾ ആ മുറിക്കൊരു പേരിട്ട് ഗൈസ്. ചെസ്റ്റ് ഹൗസ് എന്ന് നമ്മൾ പേരിട്ട് വെക്കുന്നു ഗൈസ്. ഗൈസ്, നമ്മൾ കല്ലാണ് ഗൈസ്. നമ്മൾ കുറച്ച് ഗ്ലാസും നമ്മൾക്ക് മാക്സിമം നമ്മൾ ഈ പണിയാൻ പറ്റുന്നിടത്തോളം നമ്മളിന്ന് പണിയുന്നതായിരിക്കും ഗൈസ്. നമ്മളപ്പം കുറച്ച് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മതിലെടുത്തിട്ടുണ്ട് ഗൈസ്. അവിടെയൊക്കെ ഭയങ്കര വെള്ളത്തിൽ കൂടെ എന്തൊരു സാധനം ഭയങ്കര വോട്ടാണ് ഗൈസ്. നമ്മളതിനെ തട്ടുന്നുണ്ട് ഗൈസ്. നമ്മൾ എല്ലാത്തിനും നമ്മൾ കൊന്ന് കുഴിച്ചു മൂടും ഗൈസ്. ആരും അല്ലല്ലോ, എവിടെ പോയി ഗൈസ്? ഇതിൻ്റെ അകത്തില്ല നമുക്ക് വേണ്ട സാധനം. ചൂണ്ട എടുക്കണോ? ചൂണ്ട വേണ്ട ഗൈസ്. അപ്പം നമ്മൾ കുറച്ച് കോൾ മുമ്പ് എടുത്തിട്ടുണ്ട്. ആ കോളെടുത്ത് ഈ ഗ്യാപ്പ് കണ്ട് ആ ഗ്യാപ്പിലും കയറ്റിയിട്ടുണ്ട് ഗൈസ്. ഇത് ബക്കറ്റാണ്. ബക്കറ്റ് ഒരെണ്ണം ഇരുന്നോട്ട്. ഒരു ബക്കറ്റ് ഇരിക്കട്ടെ ഗൈസ്. ഇതിലൊക്കെ ആവശ്യം വരുമല്ലോ ബക്കറ്റും കൊണ്ട്. ഓക്കെ, നമ്മൾ ടോർച്ച് ഒരു സെറ്റ് എടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ചെസ്റ്റല്ല, ഫർണസ് എടുത്തേക്കാം ഗൈസ്. ഒരു 6 ഫർണസ് എടുത്തേക്കാം. പിന്നെ വേറെ വേണ്ടേ, ഒരു 2 ചെസ്റ്റും എടുത്തേക്കാം ഗൈസ്. 2 4 ചെസ്റ്റ്. 2 ചെസ്റ്റ് എടുത്തേക്കാം. നമുക്ക് അവിടെ പോയിട്ട് നമ്മൾ ചാവാതിരിക്കുക. ചത്താലും സാധനമൊക്കെ ജസ്റ്റ് സേഫായിട്ടിരിക്കും. നമുക്ക് മറ്റേ ടേബിൾ ഉണ്ടല്ലോ, ആ ടേബിൾ 2 എടുത്തിട്ടുണ്ട് ഗൈസ് നമ്മൾ. ഓക്കെ, വേറെ നമുക്ക് ഈ ഷിപ്പിൻ്റെ തൊലിയല്ലല്ല, ആ പൂട അങ്ങ് വെച്ചേക്കാം ഗൈസ്. നമ്മൾ വേറെ കുറേ സാധനങ്ങളൊക്കെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. ഈ കുരുവും കായൊക്കെ വേണ്ട നമുക്ക് ഗൈസ്. നമുക്ക് വേറെ ഈ സാധനം കുറച്ചെടുത്തേക്കാം ഗൈസ്. മറ്റേ തടിയുടെ പേരുള്ള ഓക്ക് അങ്ങനെ ഒരു സാധനം. ഓക്ക് പ്ലാങ്ക് അങ്ങനെ ഒരു സാധനമാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അതെടുത്തേക്കാം. ഇനി വേറെ ഒന്നും എടുക്കാനില്ലല്ലേ? വേറെ എന്തെങ്കിലും എടുക്കാനുണ്ടോ നോക്കാം ഗൈസ് നമുക്ക്. ഓക്കെ, വേറെ എന്തെങ്കിലും എടുക്കാനുള്ളത്? ഇവിടെ 2 ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്കിപ്പോൾ ആ ഗ്ലാസ് അങ്ങ് അടച്ചിട്ടേക്കാം. ഓക്കെ, മഴയും കാണും പെയ്ത് വെള്ളപ്പൊക്കം കാണും വന്ന് തീർന്നു രാത്രി ആയിട്ടുണ്ട്. നമുക്ക് സൂര്യാസ്തമം കണ്ട് ഈ വീഡിയോ ഒന്നും പോട്ടെ, നമുക്ക് ഇന്നത്തെ ദിവസം ഒന്ന് വൈൻഡപ്പ് ചെയ്യാം.
നമ്മൾ കുറച്ച് നേരം സൂര്യനെയൊക്കെ ഇങ്ങനെ നോക്കി കുറച്ച് ഇമോഷണലായിട്ട് നമുക്കങ്ങ് ഈ ഈ ഈ ഇന്നത്തെ രാത്രി അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിനി താഴോട്ടങ്ങ് ഇറങ്ങാം ഗൈസ്. താഴോട്ട് ഇറങ്ങലാണ് ഇച്ചിരി പണി. ഓക്കെ, നമുക്ക് ചന്ദ്രൻ ഉദിക്കുന്നതും കൂടെ ഒന്ന് കണ്ടേക്കാം ഗൈസ്. ചന്ദ്രൻ ഉദിക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണത്തേ ഉള്ളൂ, കൂടുതലുണ്ടാകാൻ പറ്റത്തില്ല. അപ്പോൾ ഗൈസ് ഗുഡ് നൈറ്റ്, നമുക്ക് രാവിലെ എണീച്ച് കാണാം. ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഗൈസ് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് നമ്മുടെ ജോലിയിലേക്ക് കിടക്കാം ഗൈസ്. നമ്മുടെ ഐലൻഡ് നമ്മൾ സെറ്റാക്കും ഗൈസ്. സെറ്റ് സായാക്കും ഗൈസ് നമ്മുടെ ഐലൻഡ്. ഓക്കെ ഗൈസ്, നോക്കി ഇവിടെ കുറച്ച് ഡേർട്ട് ഇട്ടാൽ അല്ലെങ്കിൽ ഇല്ല പറന്ന് വരുമ്പോൾ അങ്ങ് താഴെ അങ്ങ് കെട്ടിയടിച്ച് വീഴും. പിന്നെ അവിടെ നിന്ന് താഴോട്ട് പോയാൽ മതി ചാവാനായിട്ട്. ഇവിടെ അങ്ങ് കുറച്ച് കിടക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ ഓരോന്നൊക്കെ ഇട്ടിട്ടുണ്ട്. ഇല്ല അവിടെ നിന്നെങ്ങാനും താഴോട്ട് കെട്ടിയടിച്ച് വീണാ മോനെ തീർന്ന്. നമ്മളപ്പോൾ അവിടെ നിന്ന് താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഓരോരോ പണി ചെയ്യുന്നത് ഗൈസ്. ഓരോരോ ഗുലുമാല് ഓരോരോ ഗുലുമാല് വരാതിരിക്കാനാണ് ഗൈസ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഡേർട്ട് തീർന്നു, കുറച്ച് ഡേർട്ട് വെട്ടിയെടുക്കാം ഗൈസ്. ഇവിടുന്ന് നമുക്ക് പിക്കാക്സും കൊണ്ട് വെട്ടി ഇങ്ങനെ എടുക്കാം ഗൈസ്. ഓക്കെ, 1 2 ഇങ്ങനെ വെട്ടിയെടുക്കാം ഗൈസ്. നമുക്ക് ഗൈസ് നമ്മുടെ അതല്ല എന്നെ ഇപ്പുറത്ത് നമ്മൾ ജസ്റ്റ് ഒരു കുഞ്ഞു കുളമൊക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ ഉണ്ടാക്കിയല്ല, നാച്ചുറലായിട്ടുള്ള കുളമാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഡുവോ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലെയർ മൈൻക്രാഫ്റ്റ് കളിക്കാൻ നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പം നമ്മുടെ കൂട്ടുകാരനൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്നല്ല, ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ മാക്സിമം ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ മിക്കവാറും ഡുവോ കളിക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഞാൻ മാത്രം ട്രൈ ചെയ്താൽ പറയല്ലോ. ഓക്കെ, കത്തിയും വളമൊക്കെ ഇച്ചിരി ഒതുക്കി സാധനങ്ങളൊക്കെ ഇച്ചിരി ഒതുക്കി വെക്കാം ഗൈസ്. ഉറക്കം വരുന്നു ഗൈസ്. നമുക്ക് അത്യാവശ്യമുള്ള ഡേർട്ട് മാത്രം നമ്മളെടുത്ത് വെച്ച് നമ്മൾ ബാക്കിയെല്ലാം എടുത്ത് മാറ്റി വെക്കണം ഗൈസ്. നമുക്ക് പിക്കാക്സ് കൊണ്ട് ഇത് വെട്ടി അങ്ങ് എടുക്കാം ഗൈസ്. ഈ കല്ലേ വെട്ടിയിട്ട് നമുക്ക് ഡേർട്ട് വെക്കാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇനി സ്റ്റെപ്പ് പണിയിൽ പോകുമെന്നാണ് തോന്നുന്നത് ഗൈസ്. നമുക്ക് ഇവിടുത്തെ 2 കല്ലുകൂടെ എടുത്ത് മാറ്റാം. എന്നോടൊക്കെ പണി നടക്കുന്നു ഗൈസ്. ഇവിടുത്തെ 2 കല്ലുകൂടെ എടുത്ത് മാറ്റി ഇവിടെ ഒരു കുഴി. ഇവിടുത്തെ 2 കല്ലുകൂടെ എടുത്ത് മാറ്റി നമുക്കവിടെ ഡേർട്ട് അങ്ങിട്ട് സെറ്റാം ഗൈസ്. അടുത്ത ഡേർട്ടൂടെ പൊളിക്കാം, അടുത്ത കല്ലൂടെ പൊളിക്കാം ഗൈസ്. കല്ല് വെട്ടാം നമുക്ക്. അവിടെ താഴോട്ട് കുഴി, എവിടെ വെട്ടിയാലും കുഴിയാണ് ഗൈസ്. കുഴിയിലാണ് ഉള്ളത് ഗൈസ്. നമ്മളപ്പം ഈ കല്ലൊക്കെ വെട്ടി നമ്മൾ ഇവിടെ മൊത്തം മണ്ണാക്കാം. മണ്ണ് വെച്ച് സ്റ്റെപ്പ് ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. ആ കല്ലൂടെ അങ്ങ് വെട്ടിയെടുത്തേക്കാം. അല്ലേ വേണ്ട, അവിടെ കിടട്ട്. എപ്പോഴേലും ഒക്കെ ഉപകാരപ്പെടും. ഈ താഴത്തെ കല്ലും അങ്ങ് വെട്ടിയെടുക്കാം. നമ്മൾ ചാടി പിടിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ താഴെ പോയിരിക്കാൻ വേണ്ടി പെട്ടെന്ന് മണ്ടയ്ക്കൂടെ ചാടിയിട്ടുണ്ട്. നമ്മളിനി അവിടെ ഒരു ഡേർട്ട് ഇട്ട് കൊടുത്ത് എല്ലാം സെറ്റാക്കുന്നതായിരിക്കും ഗൈസ്. ഗൈസ് നമ്മളപ്പോൾ ഡേർട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, നമുക്കിനി തീർന്നു. അവിടെ പോയി എൻ്റെ 2 ഹൃദയം ബ്രേക്കായി ഗൈസ്. എൻ്റെ 2 ഹൃദയം ബ്രേക്കപ്പായി ഗൈസ്. പൊളിഞ്ഞു പോയി ഗൈസ്. ഓക്കെ, നമ്മളപ്പം കയ്യാലെ കെട്ടുവാണ് ഗൈസ്. ഡേർട്ടും കൊണ്ട് കയ്യാലെ കെട്ടുവാണ് ഗൈസ്. ഇതെന്താ ഇവിടെ ഒരു കുഴി? നമ്മളിപ്പോൾ വെട്ടി വന്ന കുഴി. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടുത്തെ മണ്ണൊക്കെ അങ്ങ് വെട്ടിയെടുത്ത് നമുക്ക് കുറേ മണ്ണിൻ്റെ ആവശ്യമുണ്ട് ഗൈസ്. ഡേർട്ടിൻ്റെ കുറേ ആവശ്യമുണ്ട്. നമ്മുടെ ഐലൻഡൊക്കെ ലെവലാക്കണ്ടേ, അതിന് കുറേ ഡേർട്ട് വേണം ഗൈസ്. ഡേർട്ടിന് നല്ല ചിലവുണ്ട് ഇനി അങ്ങോട്ട്. നമ്മളവിടെ ജസ്റ്റ് ഒരു സ്റ്റെപ്പ് പോലെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ അങ്ങ് മൂടാമെന്നാണ് വിചാരിക്കുന്നത് ഗൈസ്. കുറച്ച് ഡേർട്ട് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അല്ലേ വേണ്ട, നമുക്ക് ഇവിടെ നിന്ന് കുറച്ചങ്ങ് കുഴിച്ചെടുക്കാം. ഇവിടെ നിന്ന് താഴോട്ട് അങ്ങനെ കല്ലായി. കല്ലും കിടക്കട്ടെ. നമുക്ക് ഡേർട്ടും കല്ലുമൊക്കെ നമ്മളിങ്ങനെ വെട്ടിയെടുക്കുകയാണ് ഗൈസ്. ഓക്കെ, നമുക്ക് ഈ ലൈനോടങ്ങ് വെട്ടിയെടുക്കാം. നമ്മളിവിടെ മൊത്തം അങ്ങ് വെട്ടി ഇങ്ങ് ലെവലാക്കുവാണ് ഗൈസ്. നമ്മൾ കല്ലൊക്കെ വെട്ടി ഇങ്ങനെ സെറ്റപ്പാക്കി
ഗൈസ് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യണം ഗൈസ്. കമൻറ്റൊക്കെ അടിച്ച് കമൻറ്റ് ബോക്സ് പൊളിക്കണം ഗൈസ് നിങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സൈഡ് അയ്യോ ഇവിടെ പൊളിച്ചിട്ട് വേണ്ട, അവിടെ പൊളിക്കണ്ട. അതിലേ കയറി ഇതിൻ്റെ അകത്തിരിക്കും സോംബിയും ക്രീപ്പറും ഒക്കെ പൊട്ടിത്തെറിക്കാനായിട്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ബ്രേക്കപ്പായ ഹാർട്ട് രണ്ടെണ്ണം നമ്മൾ തിരിച്ച് കയറ്റി. അയ്യോ ഇവിടെ പൊളിക്കണ്ട. എവിടെ പൊളിച്ചാലും ഓട്ടയടേ, എന്തോന്ന് ഓട്ട ഇങ്ങനെ ഗൈസ്, എവിടെ പൊളിച്ചാലും ഓട്ട ഗൈസ്. ഇതാണ്ട പിന്നെ അടുത്ത ഓട്ട. എടാ ഓട്ട കാരണം ഇവിടെ ഒരിടത്തും കുഴിച്ചുകൂടല്ല ഗൈസ്. നമുക്ക് തിരിച്ച് കയറി പോവുക മതി, അല്ലേ വേണ്ട, താഴോട്ട് കുറച്ചുകൂടെ കുഴിച്ചിങ്ങനെ ഇറങ്ങാം ഗൈസ്. നമ്മൾ കുറേ കല്ല് നമുക്ക് കുറച്ചെടുത്തേക്കാം ഗൈസ്. നമ്മൾ വിചാരിക്കുന്ന ഒന്നെങ്കിൽ കല്ല് പാകണം, ഇല്ലെങ്കിൽ ഏതാണ്ടേ ചെടൈ കുഴി കാരണം പണ്ടാരം ഗൈസ്. നമ്മൾ കുറേ കല്ലങ്ങ് പാകുവാണ് ഗൈസ്. അല്ല കുറേ കല്ലങ്ങ് പൊളിച്ചെടുക്കണം ഗൈസ്. ഇതെന്ത് സാധനം ഗൈസ്, ഇതെന്തോ ഒരു സാധനമാണ്, ഇതൊരു കിടില സാധനമാണ്. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ പേരൊക്കെ നമ്മൾ പഠിച്ച് ഒരു നാൾ തിരുമ്പി വരുവേ ഇതിൻ്റെ പേരൊക്കെ പഠിച്ച് ഗൈസ്. ഇവിടെ പറഞ്ഞുകൊണ്ട് അതുകൂടെ അങ്ങ് പൊളിച്ചെടുത്തത്. വേറെ ഇല്ല ഗൈസ്. നമ്മൾ അതങ്ങ് പൊളിച്ചങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ താഴോട്ട് അല്ല വേണ്ട, എങ്ങോട്ടിലേക്ക് പോവാം. നമുക്ക് ആ ഓട്ട അങ്ങ് മുടിയാകും ഗൈസ്. ഓട്ട മുടയായി, ഓട്ട അടച്ചിട്ടുണ്ട് ഗൈസ്. മണ്ടയ്ക്കോട്ട് വലിയൊരു കുഴി, നമുക്ക് ഡേർട്ടിട്ട് അങ്ങ് പൊങ്ങി അങ്ങ് പോവാം ഗൈസ്. ഓക്കെ എത്തിയില്ല ഇതുവരെ, ഇനിയുണ്ടോ? ഓക്കെ എത്തി. അവിടെ ഇവിടെ ഡേർട്ടിട്ടങ്ങ് അടയ്ക്കാം ഗൈസ്. ഓക്കെ, ഇതാണ് അടുത്ത കുഴി. ചേട്ടാ എവിടെ നോക്കിയാലും കുഴിയടേ, എന്തോന്ന് ഗൈസ്, വൈ ദിസ് ഈസ് ലൈക്ക് ദിസ് ഗൈസ്. നമ്മൾ ഇവിടെ കൂടെ ഒരു വൻമതിൽ കെട്ടിയേക്കാം ഗൈസ്. വൻമതിൽ കെട്ടിയേക്കാം ഗൈസ് ഇവിടെ കൂടെ. ഇനി ഇവിടുന്ന് ക്രീപ്പർ സോംബിങ് ആണെങ്കിൽ കയറി വന്നാലോ എന്ന് ഓർത്ത് ഇവിടെ ഇങ്ങോട്ടൊരെണ്ണം കിടക്കട്ടെ ഒരെണ്ണം. പൈസ മുടക്കൊന്നും ഇല്ലല്ലോ, കിടക്കട്ട്. ഇപ്പം താഴെ പോയേനെ. ദാണ്ട് അവിടെ ഒരു ചെമ്മരി കാട്, നമുക്ക് പിന്നെ വെട്ടാം ഗൈസ്, നമുക്ക് പിന്നെ തട്ടാം. നമുക്ക് ആടിനെ കണ്ട തട്ടണം ഗൈസ്, തട്ടിയില്ല പിന്നെ ഉറക്കമില്ല. ഇപ്പം പിന്നെ നല്ല ഉറക്കമുള്ളതുകൊണ്ട് അയ്യോ എവിടെടാ ഈ ഡേർട്ടൊക്കെ കൊണ്ടിരുന്നേ. ഇതാണ്ട വീണ്ടും എടാ. ഓക്കെ ഗൈസ്, നമ്മൾ ഡേർട്ടിട്ട് സെറ്റാക്കണം ഗൈസ്. ഇതിൽ ഇനി ചാടി പോകുമ്പോൾ അതിലെ താഴോട്ട് പോകണ്ട, താഴോട്ട് പോയി അതാണ്ട് അടുത്തത് നമുക്കത് പൊളിച്ചാലേ ഇടാൻ പറ്റത്തുള്ളൂ ഗൈസ്. അതാണ് ചേടാ ഗൈസ്. ഇപ്പം നമുക്കേ എന്നാ ചെയ്യുന്ന ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഗൈസ്. നമുക്ക് അയ്യോ ഗൈസ്, നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് തീർന്നെന്ന് തോന്നുന്നു കേട്ടോ. രണ്ട് ലോലിപോപ്പ് തീർന്നു ഗൈസ്, ചിക്കൻ ലോലിപോപ്പ്. എന്ത് സംഭവം എന്ന് അറിഞ്ഞൂടോ ഗൈസ്. ഈ റൈറ്റ് സൈഡിൽ മണ്ടയ്ക്ക് കാണുന്ന സാധനം എന്തെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. അപ്പം നമുക്ക് നേരെ നമ്മുടെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഗൈസ് നമുക്ക് നേരെ നമ്മുടെ ഐലൻഡിലോട്ട് പോകാം ഗൈസ്. നമ്മൾ സ്വന്തമാക്കിയിരിക്കുന്ന ഐലൻഡിലോട്ട് ഏവർക്കും സ്വാഗതം ഗൈസ്. നമ്മൾ ഐലൻഡിൽ വീട് പണിതാലും നമ്മൾ സ്റ്റേ ചെയ്യുന്നതൊക്കെ നമ്മുടെ ഇവിടെ തന്നെ ആയിരിക്കും ഗൈസ്. എവിടെയൊക്കെ സ്റ്റേ ചെയ്യാം ഗൈസ്. ആദ്യം ഐലൻഡിൽ ഒരു കുഞ്ഞ് എന്തോ ഒരു കുഞ്ഞ് സാധനം പണിയിട്ട്. ഇതെന്താ സാധനം ഗൈസ്, നമുക്ക് ഈ സാധനം പൊളിച്ചു നോക്കാം ഗൈസ്. ഇതെന്തോ പുതിയ സാധനമാണ്. ഇത് കളറൊക്കെ ഉണ്ടല്ലോ ഗൈസ്. ന്യൂ റെസിപ്പി അൺലോക്ക്ഡ്, വ്യൂ ദ കാർട്ടിങ്. വായിക്കാൻ സംഭവിച്ചു. എന്തോ പുതിയ റെസിപ്പിയാണ് ഗൈസ്. ഓക്കെ, നോക്കി ഇത് കുറച്ചങ്ങ് പൊളിച്ചെടുത്തേക്കാം. ഇതെന്തോന്ന്, ഇതെല്ലാടെ ഇപ്പം പൊളിച്ചത്. കൊള്ളാമല്ലോ ഗൈസ് സംഭവം. ഇങ്ങനെ വെട്ടുന്നോറും ഇറങ്ങി വരും അല്ലേ. അയ്യോ വെള്ളം പറഞ്ഞാൽ അവിടെ മൂടിയേക്കാം. ഓക്കെ, ഇനി വെള്ളം ഇല്ല. ഇനി വെള്ളം എവിടെ? പിക്കാക്സും കൊണ്ട് വെട്ടാം ഗൈസ്, അത് പെട്ടെന്ന് വെട്ടാൻ പറ്റും. ന്യൂ റെസിപ്പി അൺലോക്ക്ഡ്, വ്യൂ ദ കാർട്ടിങ്. എന്താ ഗൈസ്? ഓക്കെ, നമ്മളപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടി ഇങ്ങനെ ഇറങ്ങുവാണ് ഗൈസ്. നമുക്കിത് കുറച്ചങ്ങ് വെട്ടിയെടുത്തേക്കാം.
ഇതും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ കുറച്ച് വെട്ടി എടുത്തേക്കാം. ഓക്കെ, അവിടെ വെട്ടുണ്ട്, അവിടെ വെള്ളം വരും. താണ്ടെ ഇത് മറ്റേ ഇതുപോലെ തന്നെയല്ലോ അല്ലേ, പിന്നെ സാൻഡ് പോലെ വെട്ടുമ്പോൾ താഴോട്ട് ഇറങ്ങി വരും. അപ്പോൾ താഴെ വെട്ടിയാൽ മതിയല്ലേ ഗൈസ്. നമ്മൾ പിന്നെ ഇവിടെ നമ്മൾ ഇന്ന് പ്ലാറ്റ്ഫോം മാത്രമേ പണിയാൻ പറ്റുന്നുള്ളൂ ഗൈസ്. കാരണം കുറേ സമയം എടുക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ഗൈസ് കുറേ സമയം എടുക്കുന്നുണ്ട് നമുക്ക് എന്നത്തിനാണ് പ്ലാറ്റ്ഫോം പണിയാനൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾക്ക് യുദ്ധമൊക്കെ വരുന്നുണ്ട് ഗൈസ്. താണ്ട അടുത്ത വീണ്ടും കട്ട പൊട്ടിച്ച് വെള്ളം താണ്ട ഒഴുകുന്നു. സൂര്യാസ്തമയം എനിക്കിവിടെ എന്താ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാത്ത? നമുക്കിവിടെ നിന്ന് മണ്ടയ്ക്കോട്ട് കയറാം ഗൈസ്. നമുക്ക് ചെളിന്ന് പോട്ട് മണ്ണിട്ട് കയറാം ഗൈസ്. ഓക്കെ, നമ്മളിവിടെ ഗൈസ് സമയം രാത്രിയായി. നമുക്ക് പതിയെ അങ്ങ് വീട്ടിലോട്ട് പോയേക്കാം. രാത്രി വെറുതെ എന്തിനാ അവന്മാരുടെ തല്ലും കൊണ്ട് അവന്മാരെ തല്ലി വെറുതെ വള്ളി എടുക്കുന്നതിന് ഗൈസ്. നമുക്കങ്ങ് നമ്മുടെ വീട്ടിൽ പോയി കിടന്നുറങ്ങാം. വെറുതെ അവന്മാരിട്ട് വള്ളി എടുത്ത് വലിയ സീനാവും ഗൈസ്. അപ്പം നമുക്ക് നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങാം. അപ്പം നമ്മൾ ചാച്ചി ഉറങ്ങാൻ വേണ്ടി പോവാണ് ഗൈസ്. വഴി എവിടെ എന്തോന്ന്? ഗൈസ് വഴിയും പഴയൊന്നും ഇല്ല ഗൈസ്. നമ്മൾ ഇത്ര നേരം പണിതത് വെറുതെ. ഓക്കെ, ഇനി അങ്ങോട്ട് വഴിയുണ്ട്. ഇരുട്ടാണേലും ഉണ്ടല്ലോ നല്ല നിശ്ചയമാണ് ഗൈസ് നമുക്ക് വഴി ഏതിലാണ്. എന്നിട്ട് ഭിത്തിയപ്പോൾ ഇടിച്ച് നിൽക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എവിടെ തട്ടിയും മുട്ടി ഇടിച്ചൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഇനി സൂര്യാസ്തമം കാണാൻ പറ്റത്തില്ല. സൂര്യാസ്തമിച്ച് വീട്ടിൽ ചെന്ന് സൂര്യൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ കിടന്നുറങ്ങാം ഗൈസ്. ഓക്കെ, ഗുഡ് നൈറ്റ് ഗൈസ്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഗൈസ് നമ്മൾ ഗുഡ് മോർണിംഗ് ആയിട്ടുണ്ട് ഗൈസ്. നമുക്കപ്പം വീണ്ടും നേരെ നമ്മുടെ ഐലൻഡിലോട്ട് പോകാം ഗൈസ്. ഇന്ന് ഡേ 2 ഓഫ് ഐലൻഡാണ്. ഡേ 2 ഇൻ മൈൻക്രാഫ്റ്റ് ആണ് ഗൈസ്. ഗൈസ് നമ്മളെ മൈൻക്രാഫ്റ്റിൽ സർവൈവ് ചെയ്യുന്ന 2ാമത്തെ ദിവസമാണ് ഗൈസ് ഇന്ന്. അപ്പം നമ്മളെ ഇവിടെ വന്നത് നമുക്ക് കുറച്ച് ഈ ടോർച്ച് വേണം. മറ്റേ ഷോയ്ക്ക് കൊടുക്കുന്ന ലൈറ്റ് അല്ലേ, നമുക്ക് കുറച്ച് ടോർച്ച് വേണം ഗൈസ്. രാത്രി അവിടെ ഇവിടെ ഇടിച്ച് വെറുതെ ഇതിനെ സോംബിയുടെ ഉണ്ടാക്കി പെട്ട് സോംബിനെ ഇടിച്ച് കൊന്ന് അത് വേണ്ട, വലിയ വള്ളിയാവും അത്. നമുക്ക് അവിടെ ഇവിടെ കുറേ ടോർച്ച് കുത്തി വെച്ചേക്കാം. അതാകുമ്പം വെട്ടത്തൂടെ ഇങ്ങനെ വരാല, വെട്ടം കണ്ടുകൊണ്ട് വെട്ടത്തിൽ കൂടി ഇങ്ങനെ വരാല. ചാടിയാണ് ഗൈസ് നമ്മൾ പോകണം. ഇവിടെ ടോർച്ച് കൊടുത്തേക്കാം. ഇങ്ങനെ ഞാൻ വിചാരിച്ചത് ഇവിടെ ഒരു കുഴിയെന്ന്. നമുക്ക് ഈ മരത്തേലും കൊടുത്തേക്കാം ഗൈസ് ഒരു ടോർച്ച്. മരം കത്തിപ്പോതിരുന്നാൽ വെട്ടം കാണും, ഇല്ലെങ്കിൽ നിറയെ വെട്ടം വരും ഗൈസ്. മരം കത്തിയാൽ പിന്നെ 24/7 ലൈറ്റ് ആയിരിക്കും ഗൈസ്. നമുക്ക് ആ കല്ലിൻ്റെ അടി ഒരു ലൈറ്റ് കൊടുത്തേക്കാം. ഇരുട്ടത്ത് ഗൈസ് അത് മറ്റേ സാധനമല്ലേ ഗൈസ്, മറ്റേ അതിൻ്റെ പേരെന്തോന്ന്, സ്കെൽട്ടൺ ആണ് ഗൈസ്. കണ്ട അയ്യോ എന്നെ വിടുന്നു, എനിക്ക് അമ്പ് വിടുന്നവൻ. അവനെ തട്ടണം ഗൈസ്, എനിക്കവനെ തട്ടണം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് നമ്മുടെ മൈൻക്രാഫ്റ്റിലെ ആദ്യത്തെ വള്ളിയാണ് ഗൈസ്. ഒറ്റ വെട്ടിന് ചത്താടേ, ഇത്ര വള്ളി, ഇതൊക്കെ സിമ്പിള്. അപ്പോൾ ഗൈസ് നമ്മൾ മിക്കവാറും അടുത്ത് തന്നെ നമ്മൾ സ്കെൽട്ടനായിട്ടൊക്കെ യുദ്ധം കാണുന്നതായിരിക്കും ഗൈസ്. മിക്കവാറും നെക്സ്റ്റ് വീഡിയോയിൽ ഇപ്പം നമ്മൾ പിന്നെ മൾട്ടിപ്ലെയർ കളിക്കാമെന്നാണ് പറഞ്ഞത്. നോക്കാം ഗൈസ്, മൾട്ടിപ്ലെയർ കളിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ യുദ്ധം പ്രഖ്യാപിക്കുന്നതായിരിക്കും ഗൈസ്. നമ്മൾ സ്കെൽട്ടൻ, സോംബി, ക്രീപ്പർ വേണ്ട, പൊട്ടിത്തെറിച്ച ചാവും. ക്രീപ്പർ വേണ്ട ഗൈസ്. സ്കെൽട്ടൻ, സോംബി, പിന്നെ 8 കാലി, ഇതൊക്കെ ആയിട്ട് നമ്മൾ എന്നാ യുദ്ധം പ്രഖ്യാപിക്കുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, നമ്മളിതുവരെ സർവൈവൽ പോലും പഠിച്ചിട്ടില്ല. സർവൈവൽ എന്ന് പറഞ്ഞാൽ ഈ യുദ്ധമൊക്കെ അല്ലേ സർവൈവൽ. ഓക്കെ ഗൈസ്, നമ്മളപ്പം സ്കെൽട്ടൻ, സോംബി, ക്രീപ്പർ വേണ്ട. അയ്യോ ഞാൻ ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ ക്രീപ്പർ വേണ്ടെന്ന്. അപ്പോൾ ഗൈസ് നമ്മൾ അതൊക്കെ ആയിട്ട് നമ്മൾ യുദ്ധം നടത്തുന്നതായിരിക്കും ഗൈസ്. ഇന്ന് യുദ്ധത്തിൻ്റെ ഒരു ട്രയലുണ്ട് ഗൈസ്. മറ്റേ എന്നെ വെള്ളത്തിൽ കൂടെ ഒരു കുട്ടിപ്പിശാശുണ്ട്, അതിൻ്റെ ഒരു കുഞ്ഞ് യുദ്ധമുണ്ട് ഗൈസ്. ഒരു 3 പേരെ തട്ടുന്നു, അത്രേ ഉള്ളൂ ഗൈസ്. നമ്മളങ്ങ് താഴെ വെള്ളത്തിൽ പോയി ഗൈസ്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ മറ്റേ കട്ട ഇങ്ങനെ
പിന്നെ ഈ സാധനം ഇട്ടിങ് വരുവാണ് ഗൈസ്. അങ്ങോട്ട് ഇറങ്ങി നിന്നിട്ട് ഇവിടെ ഒരെണ്ണം കൊടുത്തേക്കാം. ഇല്ല, അതിൻ്റെ ഇടയ്ക്ക് കയറി അവന്മാർ ഒളിച്ചിരിക്കും. അവന്മാർ ഒളിച്ചിട്ട് ഞാൻ ഇതിലെ ഞാൻ ഇങ്ങനെ പോകുമ്പോഴത്തേനും എനിക്കിട്ട് തട്ടും അവന്മാർ. അവന്മാരുടെ എല്ലാ കള്ളപ്പണിയും എനിക്കറിയാം ഗൈസ്, എല്ലാ ഉടായ്പും എനിക്കറിയാം ഗൈസ്. നമ്മളപ്പം എന്നാ ഇതാണ്ട മൊത്തം അങ്ങ് ഇട്ടങ്ങ് പോവാ. ഒരു ശ്രദ്ധയില്ല ഗൈസ്, മൊത്തം അങ്ങ് തട്ടി ഇട്ടങ്ങ് പോവാ ഗൈസ്. നമ്മൾ എന്നാ ഇങ്ങോട്ടൂടെ 2 ഡേർട്ട് ഇട്ട് നമ്മൾ നേരെ നമ്മുടെ ഐലൻഡിലോട്ട് കത്തിക്കുന്നു ഗൈസ്. ചേട്ടാ ഇടുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ടേ, മര്യാദയ്ക്ക് ഇടറേ ഗൈസ്. ഞാൻ എന്നോട് തന്നെ പറയുന്നത് ഗൈസ്, ഇടുന്നതിനൊരു മര്യാദ ഇല്ലേന്ന്. ഉണ്ട്, മര്യാദയുണ്ട്. മര്യാദ ഇല്ലാതെയാണ് ഗൈസ് ഞാനിപ്പോൾ ഇടുന്നത്. ഓക്കെ, അപ്പം നമ്മളിപ്പം നേരെ നമ്മുടെ ദാണ്ട് വീണ്ടും കുഴി. മര്യാദ നമ്മളിപ്പം നേരെ നമ്മുടെ ഐലൻഡിലോട്ട് പോയി നമ്മൾ തീർന്ന ഇത് പണ്ടാരാ ഗൈസ്. അപ്പം നമ്മുടെ ഡേർട്ടല്ല ചെളി കല്ലും തീർന്നു ഒന്നിനും ഒരു കല്ലുണ്ടായിരുന്നു, വേറെ ഉണ്ടായിരുന്നു ഗൈസ്. നമ്മൾ 500 കല്ല് ഇറക്കിയിട്ടുണ്ട് ഗൈസ്. പിന്നെ അല്ല, കല്ലിന് ഇനി ഒരു ക്ഷാമമില്ല ഗൈസ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചാടി പോവാണ് ഗൈസ്. ഇവിടെ കിടക്കട്ടെ 2 എണ്ണം. ഇനി ടോർച്ച് വേണ്ടേ, വെട്ടം വേണ്ടേ. ഇനി എനിക്ക് അവനെ കാണരുത്. അവൻ ഇനി അവിടെ ഒന്ന് ഒളിച്ചിരുന്നാൽ കാണരുത് എനിക്ക് അവനെ. അതുകൊണ്ട് 2 കല്ല് അവിടെ കൊടുത്ത് അതിൻ്റെ മണ്ടയ്ക്ക് ടോർച്ച് അങ്ങ് വെച്ച്. ഇത്രയേ ഉള്ളൂ. ഈ സാധനം വെട്ടിയ അതാണ് കണ്ട. ഞാൻ മിനിഞ്ഞാന്ന് ഗെയിം തെറാപ്പിസ്റ്റിൻ്റെ വീഡിയോയ്ക്കകത്ത് കണ്ടായിരുന്നു ഗൈസ്. ഈ സാധനം വെച്ച് അവന്മാരെന്തോ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അതെന്താണെന്ന് നമ്മൾ ഉടനെ കണ്ടുപിടിക്കുന്നതായിരിക്കും ഗൈസ്. ഓക്കെ ഗൈസ്, ഞാൻ മൈൻക്രാഫ്റ്റ് കളിക്കാൻ ഇൻസ്പയർ ആയത് ഗെയിം തെറാപ്പിസ്റ്റിനെ കണ്ടിട്ടാണ് ഗൈസ്. ഓക്കെ, നമ്മളിപ്പം എന്നാ ഡേർട്ടൊന്നും പൊട്ട് മറ്റേ ഇന്നലത്തെ കല്ല് കുറേ വെട്ടി. അത് വേണ്ട, അത് പണ്ടാരെ എന്തോ കല്ല് കുറേ ഉണ്ടല്ലോ, അത് മതി. ഇനി വേണമെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടല്ലേ, വന്ന് വെട്ടാം ഗൈസ്. ഒരു കുട്ടി പിശാച് ഇതുകൊണ്ട് വരുന്നുണ്ട്. നമ്മൾ അവനുമായിട്ടാണ് ഗൈസ് യുദ്ധം എടുക്കുന്നത്. യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് ഇപ്പം അവനെ തട്ടും ഗൈസ്. അവനെ തട്ടിയിട്ടാണ് അറിയിപ്പ് കൊടുക്കുന്നത് അവനെ തട്ടാൻ പോകണമെന്ന്. അത്രയ്ക്കുള്ളൂ ഗൈസ്. നമ്മൾ ഈ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ അവൻ്റെ നെഞ്ച ചവിട്ടിയ അവനൊരു ഇതാണ്. അവൻ വെള്ളത്തിൽ കിടന്ന് ഹെലികോപ്റ്റർ കളിക്കും ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ കല്ല് വിരിച്ച് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. കല്ലിട്ട് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഐലൻഡിനെ നമ്മളിപ്പോൾ ആദ്യം ഒരു ഷേപ്പില്ലാത്തൊരു ഐലൻഡാണ് ഗൈസ്. അപ്പം നമ്മളതിന് കുറച്ച് ഷേപ്പ് കൊടുത്ത് കല്ലൊക്കെ ഇട്ട് ഷേപ്പ് കൊടുക്കുകയാണ് ഗൈസ്. അപ്പം നമ്മൾ ഷേപ്പ് കൊടുത്ത് ആ ഷേപ്പിൽ അതിനേക്കാളും നല്ലൊരു ഷേപ്പിൽ നമ്മൾ വീട് പണിയുന്നതായിരിക്കും ഗൈസ്. ഇപ്പം നമ്മൾ വീട് പണിത് വരുമ്പോഴത്തേനും ഐലൻഡിനേക്കാളും വലിയൊരു വീടാവും ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങി ഈ കല്ലൊക്കെ നല്ല നിരപ്പാക്കി ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പോവാണ് ഗൈസ്. ഇട്ടിട്ട് പോവാണ് ഗൈസ്. നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ആദ്യം ഒരു ചതുരപ്പെട്ടി പോലെ ഇങ്ങനെ ഇടാം. ഇനിയുണ്ട് അങ്ങോട്ട്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ താഴോട്ട് വരുവാണ് ഗൈസ്. അതാണ്ട് വെള്ളത്തിൽ പോയി. കുഴപ്പമില്ല, കുറേ എയറുണ്ടല്ലോ. എയർ വെച്ച് നമ്മൾ ഇട്ടിട്ട് വരുന്നില്ല ഗൈസ്. ഇട്ടിട്ട് വരുന്നില്ല. ഇട്ടിട്ടും കല്ലും തീർന്ന്. വേറെ കല്ലെടുക്കാം ഗൈസ്. ഓക്കെ, വേറെ സ്റ്റോക്ക് ഇരിപ്പുണ്ട് ഗൈസ്. ഡകാർബുണ്ട എന്നെ അടിച്ച് ഗൈസ്. അവനെ എനിക്ക് വെട്ടണം. കുറേ നേരമായിട്ട് നോക്കി കണ്ട ഹെലികോപ്റ്റർ പോലെ കിടന്ന് കറങ്ങുവാണ് ഗൈസ്. കണ്ട അവൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേനും അവൻ നമ്മളെ അടിക്കുന്നു ഗൈസ്. നമ്മൾ എന്തിനാ വെട്ടിട്ട് കൊല്ലാത്ത. അവൻ്റെ അത്രേ ഉള്ളൂ ഗൈസ്. വെട്ടി അവൻ്റെ ടീമിനെ വിളിച്ച് ഗൈസ്. നമ്മളവനെ രണ്ടിനെയും വെട്ടും ഗൈസ്. നമ്മൾ ആ 2നെയും വെട്ടും ഗൈസ്. 2നെ വെട്ടിയില്ലെങ്കിൽ എൻ്റെ പേര് നിങ്ങൾ മാറ്റിക്കോ ഗൈസ്. എവിടെ ഫുൾ സേഫ്റ്റി? യെസ്, റെഡി, കമോൺ. എല്ലാ സാധനങ്ങളും എടുത്തോണ്ടല്ലോ. കുറച്ച് ഫുഡ് അടിക്കാം ഗൈസ്, എന്നിട്ട് അവന്മാരെ വെട്ടാൻ പോവാം. അപ്പോൾ ഹാർട്ട് തീർന്നു. എൻ്റെ ഹാർട്ടെല്ലാം ബ്രേക്കപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. അവന്മാരെ ഞാൻ വെട്ടും ഗൈസ്. അപ്പോൾ ഫുഡൊക്കെ ഉണ്ട്, ഹാർട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. അടുത്ത് ഒന്ന് വെട്ടിയാലേ കൊള്ളത്തുള്ളൂ ഗൈസ്. കണ്ടോ
കണ്ട ഹെലികോപ്റ്റർ പോലെ കിടന്ന് കറങ്ങുന്നുണ്ട് ഗൈസ്. നമ്മളവൻ അത്രേ ഉള്ളൂ ഗൈസ്. ഒരുത്തനെ തട്ടി അടുത്തവനെ തട്ടാൻ പോകണം ഗൈസ്. ഒരുത്തനെ തട്ടി അടുത്തവന് വാടാ അടുത്തവനെ തട്ടി ഗൈസ്. കണ്ട ഗൈസ്, രണ്ടവന്മാരെ തട്ടി ഒരുത്തനോടുണ്ട് ഗൈസ്. 3 കോർ ബിച്ചസാ അടയാ ഗൈസ്. അവനെ കൂടെ തട്ടാൻ പോകണം ഗൈസ്. അവനെ ഒറ്റ വെട്ടിന് ചത്ത് ഗൈസ്. നേരത്തെ നമ്മൾ കുറേ വെട്ട് കൊടുത്തായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ ഒറ്റ വെട്ടിന് ചത്ത്. അത്രേ ഉള്ളൂ ഗൈസ്. വെട്ടു എന്ന് പറഞ്ഞാൽ വെട്ടിയിരിക്കും. അപ്പോൾ ഗൈസ് നമ്മളെ പണിയെ മെനക്കെടുത്താനായിട്ട് ഓരോരുത്തന്മാർ വരും. അപ്പോൾ ഗൈസ് നമ്മൾ ബാക്കി ഇട്ടത് ഇട്ടിട്ട് പാതി ആയപ്പോൾ തന്നെ അവന്മാർ വന്ന് ചൊറിഞ്ഞില്ലേ, അവന്മാരുടെ ചൊറിച്ചിൽ ഞാൻ മാറ്റി കൊടുത്ത് ഇപ്പോൾ ബാക്കി പണി ചെയ്യാൻ പോകണം ഗൈസ്. ഓക്കെ, അപ്പം ഇനി ഇവിടെ നിന്ന് അങ്ങ് ഇട്ട് തുടങ്ങാം ഗൈസ്. ഇവിടെ നിന്ന് എന്താ ഇവിടെ രണ്ടവന്മാരുടെ ഉണ്ട്. യുവന്മാരും കൂടെ തട്ടിയാല വെട്ടി അവന്മാർ എടുത്ത് തിന്നടേ. ഞാൻ അവന്മാർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയാ. അവന്മാർ അവന്മാരിങ്ങനെയുള്ള വെള്ളത്തിനടി ശ്വാസം പിടിച്ച് നിൽക്കുന്നേ ഗൈസ്. അപ്പം നമുക്ക് നേരെ നമ്മുടെ നമ്മുടെ വീട്ടിലോട്ട് പോയി ഗൈസ്. അപ്പം നമ്മൾ വെള്ളത്തിൻ്റെ കൂടെ ഡൈവ് ചെയ്താണ് ഗൈസ് പോകുന്നത്. നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോയിട്ട് വീട്ടിലോട്ട് പോകണ്ട, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കുറേ അങ്ങ് വെട്ടിയെടുക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ നിന്ന് കുറേ അങ്ങ് കല്ല് വെട്ടിയെടുക്കും. കല്ല് തീർന്നു ഗൈസ്, നമ്മുടെ അടുത്തുണ്ടായിരുന്ന കല്ലൊക്കെ തീർന്നു. അപ്പം നമ്മൾ സ്റ്റോക്ക് കയറ്റാൻ വേണ്ടി വന്നു ഗൈസ്. നമ്മൾ വെള്ളം വരുന്നു ഗൈസ്. അപ്പം നമ്മൾ വെള്ളത്തിനെ മൈൻഡ് ചെയ്യുന്നില്ല ഗൈസ്. നമ്മൾ കല്ലങ്ങ് എടുക്കുകയാണ്. കണ്ട അവിടം വരെ വരത്തുള്ളൂ, എന്നെ ഭയം ഗൈസ്. അപ്പം നമ്മൾ കല്ല് വെട്ടിയെടുക്കാൻ വേണ്ടി വന്നതാണ് ഗൈസ്. ഇവിടെ ഇഷ്ടംപോലെ കല്ലുള്ളത് കൊണ്ട് നമ്മളിങ്ങ് വന്ന് കല്ലെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കുറേ കല്ലിൻ്റെ ആവശ്യമാണ് ഗൈസ്. ഇനി അങ്ങോട്ട് കല്ലിൻ്റെ പേട്ട കെട്ടാണ്. കല്ലില്ലാതെ ഒരു പണി നടക്കത്തില്ല ഗൈസ്. അതുകൊണ്ട് നമ്മളിപ്പോൾ വെള്ളത്തിൻ്റെ അടി മുങ്ങി കല്ല് വെട്ടുവാണ് ഗൈസ്. മുങ്ങിയാണ് ഗൈസ്. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് ഗൈസ് എല്ലാം റെഡിയാക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ആ ഓട്ട അങ്ങ് അടയ്ക്കുവാണ്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ആ ഓട്ട അടച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ആവാം ഗൈസ്. ഇന്ന് രാത്രി സ്റ്റേ ആവാന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് രാത്രി ഡ്യൂട്ടിയാണ് ഗൈസ്. കല്ല് വെട്ടൽ ഡ്യൂട്ടിയാണ് ഗൈസ്. അപ്പം ഗൈസ് നമ്മൾ കല്ലൊക്കെ വെട്ടി റെഡിയാക്കി എടുക്കുവാണ് ഗൈസ്. നമുക്ക് നല്ല കല്ലിൻ്റെ ആവശ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് ഇവിടെ നിറയെ കല്ലാണെന്നാണ് തോന്നുന്നത്. അല്ല, ഇതൊക്കെ കല്ലാണ്, ഇതിൻ്റെ അകത്തോട്ടും കല്ലാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഒരു 10-65 സെറ്റ് കല്ല് അങ്ങ് റെഡിയാക്കാം ഗൈസ്. ഇപ്പം തന്നെ നമ്മളൊരു 2 സെറ്റ് 65 കല്ല് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് 2 സെറ്റിന് പോട്ടെ, ഒരു സെറ്റ് ഇതാണ്ട പന്നിക്കുട്ടി ഇറങ്ങിപ്പോടാ പന്നി. എന്ത് അനുസരണം ഗൈസ്, എല്ലാത്തിനും എന്നോട് ഭയങ്കര അനുസരണം. അപ്പോൾ ഗൈസ് നമ്മൾ കല്ല് വെട്ടുവാണ് ഗൈസ്. അതിലേക്ക് ക്രീപ്പർ സോംബി ഒന്നും വന്ന് പൊട്ടിത്തെറിക്കണ്ടെന്ന് വിചാരിച്ചാണ്. അല്ല, ക്രീപ്പർ വന്ന് പൊട്ടിത്തെറിക്കണ്ട, മറ്റേ സ്കെൽട്ടൻ വന്ന് അമ്പ് വിടണ്ട. ഈ 2 കാരണത്താൽ ഞാൻ ആ ഗേറ്റ് അങ്ങ് പൂട്ടി. ഗൈസ് നമുക്കിവിടെ ഒരു ടോർച്ച് കുത്തി വെക്കാം. ഇരുട്ടത്ത് പണിയെടുക്കാൻ എന്നെ കൊണ്ട് വയ്യ. വെട്ടാതെ അടിയിലോട്ട് പോകണടേ. ഗൈസ് നമ്മൾ വീണ്ടും അടുത്ത സ്റ്റെപ്പ് കല്ല് പൊളിക്കുവാണ് ഗൈസ്. നമുക്കിവിടെ അങ്ങ് സെറ്റാക്കി അങ്ങ് പൊളിക്കാം ഗൈസ്. ആരെങ്കിലും വീട് പണിയാൻ കല്ലിന് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങ് പറഞ്ഞാൽ മതി ഗൈസ്, നമ്മൾ വീട്ടിലോട്ട് ഇറക്കിത്തരും. ഹോം ഡെലിവറി ഇല്ല ഗൈസ്, ആരെങ്കിലും പറഞ്ഞാൽ മതി, നമ്മൾ വെട്ടി വെക്കും ഗൈസ്. നിങ്ങൾ തന്നെ വണ്ടി വിളിച്ചു ഇതാണ്ട വീണ്ടും. ചേട്ടാ എന്ത് വലിയ കുഴിയാണ് ഇതൊക്കെ ഗൈസ്. നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ മതി എത്ര ടൺ കല്ല് വേണമെന്ന്, നമ്മൾ അത്ര ഇറക്കി വെക്കുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ ഇൻസ്റ്റാഗ്രാമിൽ ഗെയിമിംഗ് അക്കൗണ്ടിൽ അതിൻ്റെ മെസ്സേജ് അയച്ചാൽ മതി ഗൈസ്. ഞാൻ ഇതിൻ്റെ താഴെ പിൻ ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഇതിൻ്റെ താഴെ പിൻ ചെയ്യുന്നതായിരിക്കും നമ്മൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. നിങ്ങൾ അതിൻ്റെ അകത്ത് മെസ്സേജ് അയച്ചാൽ മതി, കല്ല് വേണ്ട ആൾക്കാർ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ കുറേ കല്ലൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 കല്ലൂടെ വെട്ടിയാണ് ഗൈസ്. നേരത്തെ ഒരു 2 സെറ്റ് 64 ആവും. 3 സെറ്റ് 64 ആവും ഗൈസ്. ഒരു കല്ലൂടെ വെട്ടിയേക്കാം. ഓക്കെ,
ഇനി റെഡിയായി ഗൈസ്. അപ്പം നമുക്ക് നമ്മുടെ ഡോറങ്ങ് പൊളിച്ച് വെള്ളം 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 പൊങ്ങി ആ ഓട്ട അങ്ങ് അടച്ച്. ഓക്കെ ഗൈസ്, നമ്മൾ ആ ഓട്ട അങ്ങ് അടച്ചു ഗൈസ്. നമ്മൾ വെള്ളം വരുന്ന ഓട്ട അടച്ച് നമ്മൾ മണ്ടയ്ക്കോട്ട് കയറി. നമ്മളെ പോവാൻ പോലും സമ്മതിക്കും. പന്നി ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുമോ? പോടാ പന്നി. വീട്ടിലാരും ഇല്ലടാ നിൻ്റെ അന്വേഷിക്കാനും പറയാനൊന്നും. നമ്മൾ രാത്രിയാണ് ഇറങ്ങിയിരിക്കുന്നത് വീട്ടിൽ പോകാൻ. വീട്ടിൽ പോകാൻ വേണ്ടി നമ്മൾ രാത്രിയാണ് കേസ് ഇറങ്ങിയിരിക്കുന്നത്. ചാടി കളിക്കുന്നതാടാ. വീട്ടിൽ പോടാ. അടുത്ത പന്നി. വീട്ടിൽ പോടാ പന്നികളെ. കേസ് നമ്മൾ പന്നികളെയൊക്കെ വീട്ടിൽ ഓടിച്ചു വിട്ടിട്ടുണ്ട്. ഓടിച്ചു വിടാൻ പോയിട്ട് നമ്മളെ വീട്ടിൽ ഓടിച്ചെല്ലുവാണ്. അപ്പോൾ കേസ് നമ്മൾ വീണ്ടും ചാച്ചി ഉറങ്ങാൻ പോവാണ് കേസ്. അടച്ചിട്ടുണ്ട്. ഇറങ്ങി അങ്ങ് പോവാം കേസ്. ഫുൾ എക്സ്കലേറ്റർ സെറ്റപ്പാണ് കേസ്. അപ്പോൾ ഗുഡ് നൈറ്റ്. ഈ പന്നയവന്മാരെയൊക്കെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല കേസ്. ഇവിടെ മണ്ണാങ്കട്ട ഉണ്ടെന്നാണ് കേസ് പറയുന്നത്. ദർ ആർ നിയർ ബൈ. എന്നോണ്ട കുട്ടിപ്പിച്ചൊക്കെ നിയർ ബൈ ഒന്ന്. അപ്പോൾ നമുക്കൊരു നമുക്കൊരു മെത്തേം പായും എടുത്ത്. ഇപ്പോൾ പറ്റത്തില്ല. മെത്തേം പായും എടുത്ത് നമുക്ക് മുകളിൽ പോകാം ഗൈസ്. നമുക്ക് ഇന്ന് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൽ കിടന്നുറങ്ങാം ഗൈസ്. ഗ്ലാസ് ബ്രിഡ്ജിൽ കിടന്നുറങ്ങുന്നിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. ഓക്കെ. യു ആർ ടു ഫാർ അവേ. ഇപ്പം ഗുഡ് നൈറ്റ് ഗൈസ്. ചാച്ചി ഉറങ്ങുവാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ കിടിലും എക്സ്പീരിയൻസ് ആണ് ഗ്ലാസ് ബ്രിഡ്ജിൽ കിടന്നുറങ്ങിയത്. ആ കട്ടിലിങ് പൊട്ടിച്ചിട്ട് കേൾക്കാം. കിടിലും എക്സ്പീരിയൻസ് ആയിരുന്നു ഗ്ലാസ് ബ്രിഡ്ജിൽ കിടന്നുറങ്ങിയത്. അപ്പോൾ ഗൈസ് നമ്മൾ ഡോർ തുറന്ന് ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ അങ്ങേയറ്റം പോയി ഗ്ലാസ് ബ്രിഡ്ജിനെ കിടക്കുന്നതായിരിക്കും ഗൈസ്. കട്ടിലെടുത്ത് അങ്ങ് മാറ്റി വെച്ചേക്കാം. ആരെങ്കിലും കണ്ടാ ഞാൻ കട്ടിലും കണ്ട് നടക്കുമെന്ന് വിചാരിക്കും ഗൈസ്. ആരും നമ്മളെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അതുകൊണ്ട് അവരുടെ മനസ്സിലിരിപ്പ് പോലെ ഇരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ച് ഫുഡ് എടുത്ത് സാപ്പിടാം ഗൈസ്. രാവിലെ ഒന്നും കഴിച്ചില്ല ഗൈസ്. നമുക്ക് ഫുഡ് എടുത്ത് തിരിച്ച് വെച്ച് നമ്മൾ കളിക്കാൻ വീണ്ടും യവന്മാരെയൊക്കെ പോടാ വീട്ടിൽ ഡാഗാർഫുണ്ട് ഗായ്സ്. ആ സ്കെൽട്ടൻ കണ്ടോ? ആ സ്കെൽട്ടനെ നിങ്ങൾ കണ്ട ഗൈസ്? ഗോൾഡ് ആർമറാണ് ഗൈസ് ഇട്ടേക്കുന്നത്. എൻ്റെ അമ്മോ, ഇവനൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? അപ്പം നമ്മൾ ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു സ്കെൽട്ടൻ വന്നെങ്കിൽ നമ്മുടെ ലൂട്ടൊക്കെ അതിന് പോവുമോ? അങ്ങനെ കണ്ടോ ഗൈസ്? അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഗൈസ്. അതിൻ്റെ അകത്ത് കണ്ടില്ലേ? അതിനെ കണ്ടില്ലേ? ഗോൾഡൻ ആർമറൊക്കെയാണ്. ആർമറെന്നാണ് അതിന് പറയുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് നമുക്ക് എത്രയും പെട്ടെന്ന് ഇതൊന്ന് കല്ലൊക്കെ ഇട്ട് വിരിച്ച് സെറ്റാക്കണം ഗൈസ്. നമ്മുടെ ടൈം ഈസ് ഗോയിങ് ഓൺ. നമ്മളപ്പോൾ കല്ലൊക്കെ വിരിച്ച് ഇങ്ങനെ റെഡിയാക്കണം ഗൈസ്. ഓക്കെ. നമ്മൾ ജസ്റ്റ് ഒരു കുഞ്ഞ് പ്ലാറ്റ്ഫോം പോലെ ഉണ്ടാക്കിയിട്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും എൻ്റെ മണ്ടയ്ക്കോട്ടുള്ള ബാക്കി പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യുന്നത് ഗൈസ്. ഓക്കെ, അത് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതാണ് ഗൈസ്. ഇതെല്ലാം അർജൻറ്റായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും എല്ലാം മൂഞ്ചോപ്പിക്കായി പോകുന്നത് ഗൈസ്. ഈ പണ്ടാര അവസാനം വെട്ടാൻ ഗൈസ്. ഇനി അങ്ങനെ വല്ല വരുവാണെങ്കിൽ പണ്ടാര അങ്ങനെയായിട്ട് ഗൈസ്. നമ്മൾ ഇട്ടിട്ട് വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, നമുക്കത് പോയി കളക്ട് ചെയ്ത് ഇങ്ങ് വരാം ഗൈസ്. നോക്കി ഇവിടെ കൂടെ ഒന്ന് ലെവലാക്കി അങ്ങ് തട്ടാം ഗൈസ്. അവസാനം കാണും എടുക്കാം ഗൈസ്, സമയമില്ല. ഓക്കെ, നമ്മൾ രണ്ട് സൈഡ് അങ്ങനെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഗൈസ്. 3 കോർണർ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു കോർണറും കൂടെ ഉള്ളു ഗൈസ്. ഈ ഒരു കോർണറും കൂടെ സെറ്റാക്കിയ സെറ്റുമ ഇത്രയേ ഉള്ളൂ ഓക്കെ ഗൈസ്. നമ്മളപ്പം ലാസ്റ്റ് 4th കോർണറും കൂടെ റെഡിയാക്കണം ഗൈസ്. അവസാനം കാണും വെട്ടുന്നേ ഉള്ളൂ. ഇനി പണ്ടാര ഇന്ന് മുമ്പേ ചിന്തിച്ചതേ ഉള്ളൂ, എന്നിട്ട് വീണ്ടും എന്തുകൊണ്ട് ഇങ്ങനെ? എന്താണ് ഗൈസ് ഇങ്ങനെ? വൈ ദിസ് ഈസ് ലൈക്ക് ദിസ്? അവിടെ കിടക്കട്ടെ പണ്ടാരം. കുറേ നേരെ ശല്യപ്പെടുത്താൻ തുടങ്ങി. മടുത്ത് ഗൈസ്, മടുത്ത്.
ഇതിനൊക്കെ ഒരു മടുപ്പില്ല ഗൈസ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോർണർ കൂടെ നമ്മൾ കട്ടയിട്ട് ഫിനിഷ് ചെയ്യാറായി ഗൈസ്. ഇതിങ്ങ് പൊട്ടിച്ചെടുത്തേക്കാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോർണറിലെ വണ്ണെന്ന് ലാസ്റ്റ് 2 bricks, ഫസ്റ്റ് 1 bricks ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, ഐലൻഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഗൈസ്. ഐലൻഡ് റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഐലൻഡിൽ പ്ലാറ്റ്ഫോമൊക്കെ വിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീട്ടിൽ ചീറിപ്പാഞ്ഞു പോകാം ഗൈസ്. പറക്കും തളിക അങ്ങനെ പറന്നങ്ങ് പോകും ഗൈസ്. പുക തെറിപ്പിക്കാതിരുന്നാൽ മതിയായിരുന്നു, കറുത്തു പോകും ഗൈസ്. ഗൈസ് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകണം ഗൈസ്. നേരെ നമ്മുടെ ബാക്കപ്പ് ഹൗസിലോട്ട് പോകണം ഗൈസ്. ഗൈസ് ഭയങ്കര ശല്യം ഗൈസ്, പട്ടികളെ കൊണ്ട്. ഗൈസ് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് പോയിട്ട് നമ്മളപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. നമ്മൾ മൊത്തത്തിൽ 3 മൈൻക്രാഫ്റ്റ് ഡേയ്സാണ് ഗൈസ്. മൈൻക്രാഫ്റ്റിലെ 3 ദിവസം കൊണ്ടാണ് ഗൈസ് നമ്മൾ ഇത്രയും പണി തീർത്തത്. നമ്മുടെ മൊത്തം പണി തീർക്കണമെങ്കിൽ എത്ര ദിവസം വേണ്ടി വരും ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ വീഡിയോ തുടങ്ങിയിട്ട് വെച്ച് തന്നെ വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. ഓക്കെ ഗൈസ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റൊക്കെ ചെയ്യണം ഗൈസ്. താങ്ക് ഫോർ വാച്ചിങ്, സപ്പോർട്ട് മീ മോർ. അതാണ് ഗൈസ് നമ്മുടെ ഐലൻഡ് കാണുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.